ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. നല്ല മഴയും നല്ല തണുപ്പുമാണ്. അപ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കുടിച്ചു. പിന്നെ ഇന്നലെ രാത്രി കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടക്കാൻ നേരത്തൊന്നും കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാത്രമൊക്കെ രാവിലെ തന്നെ കഴുകി വയ്ക്കുകയാണ്. ഒരുവിധം നിറയെ പാത്രങ്ങളുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ദോശയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉള്ളി ഇതാ വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. വലിയുള്ളിയാണ്, 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്നാവുമ്പോൾ മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തീ ഓഫ് ചെയ്യണം. എന്നിട്ട് അത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ഇങ്ങനെയുള്ള തക്കാളി ചമ്മന്തിയാണ്, അടിപൊളിയാണ് കേട്ടോ ദോശയ്ക്ക്. അങ്ങനെ ചമ്മന്തിയെല്ലാം അരച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ദോശ ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതാ പാലൊഴിച്ചിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കുടിച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കാൻ വിചാരിച്ചു. അങ്ങനെ പുറത്ത് തീയെല്ലാം കൂട്ടി ഇതാ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ദോശ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ദോശ കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അടിച്ച് വാരലാണ്. റൂമൊക്കെ ഒന്ന് അടിച്ച് വാരണം. ഇന്നലെ തുടച്ചുകൊണ്ട് ഇന്ന് തുടയ്ക്കുന്നില്ല. അപ്പോൾ തന്നെ ഇതാ കറണ്ടും പോയി. ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. എത്ര പ്രാവശ്യം കറണ്ട് പോകുന്നതെന്നറിയില്ല. കുറച്ച് കഴിയുമ്പോൾ വരും. ഇതപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അധികം പൊടിയൊന്നുമില്ല. മഴയായതുകൊണ്ട് ഇന്ന് തുടയ്ക്കുന്നില്ല, നാളെ തുടയ്ക്കാൻ വിചാരിച്ചു. അങ്ങനെ പൊടിയൊന്നുമില്ല. അങ്ങനെ ഓരോ റൂം അടിച്ച് വാരുകയാണ്. പിന്നെ അവിടെയുള്ള സിറ്റിയിലെ കവറെല്ലാം ഒന്ന് കൊട്ടി അതെല്ലാം നേരെ വിരിച്ചിട്ടു. ചവിട്ടിയൊക്കെ കുടഞ്ഞു, പുറത്തു കൊണ്ടുപോയി കുടഞ്ഞു. അവിടേക്ക് ഒന്ന് ഒതുക്കി വെച്ച് പേപ്പറെല്ലാം ഒതുക്കി ആ ഭാഗമൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നും ചെയ്യുന്ന പണികൾ തന്നെയായിട്ട് ഇത് ഉണ്ട്. അവിടെയൊക്കെ നല്ല മഴയാണ്. പിന്നെ ഇതാ കുറച്ച് കയ്പ്പയ്ക്കയുണ്ട്, അത് മെഴുക്കുവരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കയ്പ്പയ്ക്ക കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കയ്പ്പയ്ക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അങ്ങനെ മെഴുക്കുവരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് അങ്ങനെ രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം കയ്പൊന്നും ഉണ്ടാവില്ല. ആണെങ്കിൽ ഇത്തിരി വാങ്ങിയിട്ട് കറി വയ്ക്കണം. ഇത്ര നേരമായിട്ട് കാണുന്നില്ല. ഇന്ന് വരുമോ എന്നറിയില്ല. വരികയാണെങ്കിൽ വാങ്ങണം. പിന്നെ ഇന്നലത്തെ മോര് കറിയുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ കറികൾ. അപ്പോൾ ഇത് ഇന്നലെ വെച്ച മോര് കറിയാണ്. അപ്പോൾ അത് ഇന്നും നാളെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു. അപ്പം എപ്പോഴും കറണ്ട് പോവുകയല്ല, അപ്പോൾ 2 തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എൻ്റെ 2 ഡ്രസ്സ് കൂടി തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങളുടെ പൂച്ചയാണ് ലൂക്ക. 2 ദിവസം മുമ്പ് പ്രസവിച്ചു. 3 കുട്ടികളാണ്, 2 പെണ്ണും 1 ആണുമാണ് കേട്ടോ. അപ്പം അവർ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ വളർത്തുന്ന പൂച്ചയാണ്. സാധാരണ പൂച്ചയല്ല, ക്രോസ് ബ്രീഡ് പൂച്ചയാണ്. അപ്പോൾ ഇതാ 2 കറുപ്പും 1 ചാരക്കളറുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.